ഞങ്ങള് പാതിരാമണല്ലേ കാണടാ. കേട്ടില്ലേ പാതിരാമണല്ലേ ട്ടാ. ഇവിടെ തന്നെ മുങ്ങിയാല കൊറേ കരിമീൻ തേടുന്നതിന്റെ അടിയിലൊക്കെ വന്നിരിക്കണോട് കൊറേ ചെറിയ കുഞ്ഞിട്ട് കോരിക്കുന്നത്. എന്നാ ശരി ഏട്ടാ. ഞാൻ ആദ്യം പാതിരാമണല് വന്നത്. പാതിരാമണല് വന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ല ഈ ചേച്ചി പിടിച്ചിട്ട് മീനൊക്കെ വറുത്ത് വന്നേ. ആശ ചേച്ചി ഇതേ ആശ തീർത്ത് മീൻ പിടിച്ചു തരും കേട്ടാ. ഇവിടുത്തെ പിടിച്ച മീനാണോ ഇത്? കടലല്ല, കടവ്. ഞങ്ങള് പോയിട്ട് വരുമ്പോ ഞങ്ങൾക്ക് വർത്താനം കണ്ട. ഞങ്ങള് ഒരാഴ്ച കഴിയുമ്പോ വറുത്ത് പിടിച്ചിട്ടല്ലേ വർക്കുള്ളൂ. ഞങ്ങളുണ്ടല്ല ഇന്ന് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയേക്കണ എവിടെയെന്നറിയാവോ? പാതിരാമണൽ. കിഡിലൻ സ്ഥലം കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് പാതിരാമണലിൽ വന്നത്. നമ്മുടെ ഞങ്ങൾ മുഹമ്മേന്ന് തണ്ണീർമുഖത്താണ് ആദ്യം വന്നത്. പിന്നെ ഞങ്ങൾ നിന്നറിയാവാ മുഹമ്മക്ക് വന്നു. മുഹമ്മേന്ന് കായ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നേരെ പാതിരാമണലിലേക്ക് വന്നേക്കണേണ്. ബോട്ട് നല്ല കിടിലൻ, നല്ല പവർ ബോട്ടിലായിരുന്നു. പുള്ളി പറപ്പിച്ച് ഞങ്ങളെ കൊന്നില്ലെന്നേ ഉള്ളൂ. കൊന്നിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സേഫ്റ്റിയാണ്, എന്നാലും നല്ല അടിപൊളിയായിട്ട് പുള്ളി ഓടിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് സീൻ. ഇതിനകത്ത് അധികം ആൾക്കാരൊന്നും ഇല്ല. ഫ്രണ്ടിലൊരു സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി ഒക്കെ എന്നെ ഫ്രണ്ട്ലിയാണല്ലേ. നമ്മൾ ഇത്ര ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു സെക്യൂരിറ്റി പോലും മീൻസ് അങ്ങനെയല്ല, എല്ലാവരും ഇച്ചിരി റഫായിട്ടായിരിക്കും പെരുമാറണത്. ഇതങ്ങനെയല്ല. മക്കള് എന്താ ചെയ്യണത്, അവിടെ മറ്റേ സംഭവം ഇവിടെ ഇതുണ്ട് അതുണ്ട് ഇതൊക്കെയാണ്. പിന്നെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ചേച്ചിമാര് ഒരു ചെറിയ കട, എല്ലാ പരിപാടിയും ഉണ്ട്. മീൻസ് മുട്ട വറുത്ത് തരും, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ചേച്ചി അവിടെ നിന്ന് മീൻ പിടിച്ച് വറുത്ത് തന്നിട്ടിരിക്കണം. ആ കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കേട്ടാ. ചേട്ടാ ഈ കാട് ഇവിടെ സൂപ്പർ കാടാണ്. അത് കിട്ടില്ല. ഓ പഴംപൊരി മേടിച്ച അതിനകത്തുനിന്ന് ചൂട് പഴംപൊരിയാ. എന്നാ 2 മീൻ കൂടി മേടിക്കാറുന്നല്ല വറുത്തത്. പാതിരാമണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലർക്കും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. പാതിരാമണൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലുള്ള ഒരു ദ്വീപാണ് കേട്ടോ. ഈ ദ്വീപിൻ്റെ വലിപ്പമൊക്കെ വേണമെങ്കിൽ ഞാനൊന്ന് മെൻഷൻ ചെയ്തേക്കാം എത്രയാണെന്ന് നോക്കിയിട്ട്. നല്ല കിഡിലനാണ്. വേറെ മൊത്തം സംഭവിച്ചാൽ ഇതൊരു കാടാണ് മൊത്തം. ഞങ്ങളുടെ ഉദ്ദേശം ഈ കാഴ്ച കാണലല്ലായിരുന്നു, മീൻപിടുത്തമാണ്. ഇതിൻ്റെ ചുറ്റിനും ഇറങ്ങി മീൻ പിടിക്കാമെന്നാണ് വിചാരിക്കണത്. കൂടെ ഉള്ളത് വിപിൻ, റോഷൻ, മിൽട്ടനെ കാണിച്ചു കൊടുക്കാം. പിന്നെ അതെ നമ്മുടെ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ ചോദിക്കണില്ല പഴംപൊരി അല്ല ജെയിംസ് കേട്ടോ. ജെയിംസ് ആണ് നമുക്ക് എന്തുകൊണ്ട് തന്നത്. പറ ഇൻസാനെ കൊണ്ടുവന്ന് തനി എന്നെ അകത്ത് കയറ്റും ആൾക്കാര്. ലോബ്സ്റ്റർ പിന്നെ നമ്മുടെ പൗവ അതൊക്കെ കൊണ്ടുവരാം. മാനർജി ഉണ്ടായിരുന്നു, അത് പുള്ളി അവിടെ വെച്ച് തിന്നു. ഞാൻ ചോദിച്ചു, പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് അറിയാല്ല, നിയമം വളരെ പ്രശ്നമാണ്. പുള്ളി ന്യൂസിലൻഡിലെ മാൻവേട്ടൊക്കെ കുഴപ്പമില്ലല്ലോ അല്ലേ? അവിടെ കുഴപ്പമില്ലാത്ത അങ്ങോട്ട് വരാനായിട്ട് അവിടെ കുഴപ്പമില്ലാത്ത ഇവിടെ കുഴപ്പം. അത് നിയമം ഗവൺമെന്റ് അടിപൊളിയായുണ്ട്. പിന്നെ അതെ മിൽട്ടനെ പരിചയപ്പെടുത്തിയത് കേട്ടോ. മിൽട്ടനെ പരിചയപ്പെടുത്തില്ല. മിൽട്ടന്റെ ഇത് ഞങ്ങളുടെ കുട്ടൂസൻ മിൽട്ടന്റെ മോളാണ്. മിൽട്ടൺ നമ്മുടെ കൂടെ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. മിൽട്ടൺ ഭയങ്കര സിനിമാടനാണ്. ആൽബത്തെ തുടങ്ങി സിനിമയിലേക്ക് വന്നു, സിനിമ നടനാണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. കാവൽക്കാരെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ട്, കിടിലൻ ഷോർട്ട് ഫിലിമാണ്. തമാശ പറഞ്ഞതല്ല, മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. നല്ല വ്യൂ ഉണ്ടായിരുന്ന വീഡിയോ അല്ലേ അത്. നല്ല കിടിലനായിട്ട് വിജയിച്ചു. നല്ല രീതിയിൽ മേക്ക് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം നായകനാണ്. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അന്ന് അത് മെയിൻ നായകനായിട്ട് എന്നെ ഇപ്പൊ വിളിച്ചിട്ട് ഞാൻ വന്നില്ലല്ലോ. അല്ല അങ്ങനെയല്ല, എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കും നായകനായിട്ട് അഭിനയിക്കണം. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മതി തള്ളു മതി റോഷ, കുറക്ക്. അപ്പം സംഭവം മീൻ പിടുത്തോട്ടാ. അതിൻ്റെ ഇടയ്ക്ക് നല്ല സ്ഥലം കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ച്. ഒരു ഹായ് പറ.
പേരെന്തെന്ന് അറിഞ്ഞില്ല, ഇനി കുട്ടൂസെന്ന് വിളിക്കാല്ലോ. പേര് പറ. ഇനി എല്ലാരും കുട്ടൂസൻ പ്രകൃതി. അവളുടെ പേര് സൂപ്പർ പേരാണ്, പ്രകൃതി എന്നാണ് കേട്ടോ അവളുടെ പേര്. അത് തന്നെ അപ്പന്റെ വികൃതിയാണ്. ഫുഡൊന്നും മേടിച്ചോണ്ട് വരേണ്ട ആവശ്യമില്ല. ആ ഫുഡൊക്കെ ഇവിടെ ഉണ്ടല്ലേ, കുടുംബശ്രീ സ്റ്റോളുകളുണ്ട്. ഫുഡൊന്നും ചുമന്ന് കയറ്റിക്കൊണ്ട് വരണ്ട. കൊച്ചിന് കളിക്കാനായിട്ട്, കൊച്ചിന് സന്തോഷം പോയി കളിച്ചോ. കൊച്ചിന് കളിക്കാനായിട്ട് പാർക്കുണ്ട്. എന്തെന്നാണ് ഇത് തവളയുടെ വായിക്കുടി തന്നെ. ഇത് നിനക്ക് ഇപ്പോഴും അയ്യോ നല്ല രസമുണ്ടെന്ന്. അയ്യോ നിനക്ക് നാണാവൂല. നല്ല രസമുണ്ടെന്ന് കയറി നോക്കുന്നു. നല്ല രസമുണ്ട്. അതിനകത്ത് ഇറങ്ങി വരില്ല. അല്ല ഇങ്ങനെ കയറി വാ, എന്നിട്ട് കാര്യം നീട്ടിയാ മതി. മസിൽ കാരണം ഒതുങ്ങുന്നില്ല. ഫ്ലെക്സിബിൾ വീക്ക്ലി വൺസ് സ്ട്രെച്ച് അതല്ല എന്ത് സാധനമായത് എന്റെ പൊന്നെ. എടാ ഒരിക്കലും സെൽഫി എടുത്ത് തരുമോ? ഇവനൊന്നൊരു പേടിയില്ലല്ലോടോ, നമ്മളെ കണ്ടിട്ട് ഒരു പേടിയില്ല ഇവര്. കമോൺ പേടിപ്പിക്കില്ല ജെയിംസേ. വാ 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 കൊച്ചിങ്ങോട്ട് വന്നേ, ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം കൊച്ചിനെ. ഒരാൾ വന്നെ നോക്കിയേ. ഈ പിന്നെ ഒരു പേടിയില്ല കേട്ടോ സാധനത്തിന്. വാ 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 കൊച്ചിങ്ങോട്ട് വാ. എന്റെ കൂടെ വരണമെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ട് വളർത്തും ഇതിനെ. എന്റെ കൂടെ വരണേ വീട്ടിൽ കൊണ്ട് വളർത്തും, ഉറപ്പ്. അത് എന്താണ് അമ്മിണിന്ന് പേര് ഇടും. പേരെന്തെങ്കിലും ഞാൻ സെലക്ട് ചെയ്യും, പേരെന്തെങ്കിലും ഞാൻ ഇടും. നമ്മുടെ അരികിലെത്തിയിട്ടാ അവൻ. അത് ശരിക്കും എന്താ ഇത്ര കഷ്ടപ്പെട്ടു പോണത്? ആ പടം പൊഴിയാറായിരിക്കണോ അല്ലേ? ജോണി ഇവൻ ഇത്ര പേടിയില്ലല്ലോ സംഭവം. ഞാൻ ഒറ്റ ഓട്ടം ഓടുന്ന സാധന അല്ല. ഇവൻ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ക്യാൻകര. അത് ശരിയായിരിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ അങ്ങനെ വന്ന് കിടക്കണ സാധനമാണ്. അല്ല പാവട്ടോ, അത് ജെയിംസിനെ കണ്ടിട്ട് പേടിച്ചതാ. അതെ വഴി തീർന്നിട്ടൊന്നുമില്ല. ശരിക്കും ഇന്ന് മീൻപിടുത്തം നടക്കുമെന്ന് തോന്നല്ലടാ. ഞങ്ങള് ഒരേ സ്ഥലത്ത് വരുമ്പോഴും നല്ല നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാലോ ഇവിടെ. അതെ നല്ല എക്സൈറ്റഡ് ആയി പോണ കാഴ്ചകളാണ്. എന്നിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് വിട്ടാ ഇവിടെ തീപിടുത്തത്തിന് ഇവിടെ കുക്ക് ചെയ്തിട്ടിട്ട്. ഇത് മറ്റേ സാധനല്ലേ? ഇതെങ്ങനെ താളിപ്പരുത്തി പോലത്തെ താളിപ്പരുത്തി. ഇത് അടപ്പരുത്തിയാണെന്ന്. ഇത് അത് തന്നെ നമ്മുടെ വീടിന്റെ അവിടെ ഇതുപോലത്തെ ഒരു സെയിം ഞാൻ കാണിച്ചിട്ടില്ല, ഒരു കാട് പോലത്തെ. വട്ട ഇതല്ല, വട്ടയല്ല വട്ടയല്ല താളിപ്പരുത്തി. ചുമ്മാ പോരാ, പേരും പറഞ്ഞോണ്ട് വരും. അയ്യോ ഇതെങ്ങടാ പോണെ? വഴി തീർന്നു. ഇതിന്റെ അകത്തൊന്ന് എറിഞ്ഞു നോക്കി. അങ്ങനെ പോന്ന് വഴിയുണ്ട് ഇല്ലേ? പോ 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 പോ. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ടാക്കാൻ കണ്ടുപിടിക്കും. അപ്പൊ അവന്മാര് എങ്ങനെ കണ്ടുപിടിക്കും? ആ മിലിറ്ററിനെ കൊച്ചിയുടെ അവന്റെ നമ്പർ നമ്പറുണ്ട്. കണ്ടല്ലേ നമുക്കിപ്പോൾ കിട്ടിയത് വാതിരാമണല്ല. ഇവിടെ ഒരു കുഞ്ഞ് കരിമീനും കിടപ്പുണ്ട്, ഇവിടെ ഒരു കുഞ്ഞ് പുല്ലനും കിടപ്പുണ്ട്. ഇതാണ് മച്ചാമരാവിടെ കിട്ടിയത്. അവിടെ ഒരു പയ്യൻ ചൂണ്ടിട്ടുണ്ട്, ആ മീന് മേടിച്ച കൈ പോകുന്നു. അത് ശരി. വീഡിയോക്ക് വേണ്ടിട്ട് ഒരു മീൻ വേണം. അവിടം വരെ ഒരു മീൻ ചേച്ചിക്ക് കൊടുത്ത മീൻ മുഴുവൻ തീർത്ത് കളഞ്ഞ. ഇവിടെ ഒറ്റ മീനില്ലാത്ത അടി കണ്ട തുളഞ്ഞേക്കണത്. ഇല്ല, ഇത് ഞാൻ രണ്ടാമത് കൊല്ലാൻ വേണ്ടി നീ വറുക്കാൻ പറ്റിയ മീൻ തന്നില്ലെന്ന് പറയുന്നത്. പിന്നെ എന്തെടുക്കാനാ പാത്രം ഉണ്ട് എന്റെ
അതല്ലേ പറഞ്ഞ നിങ്ങൾ എന്ത് പണിയാണ് എല്ലാ മീനും നിങ്ങൾ പിടിച്ചു തരുന്നത് ഞങ്ങൾക്ക് വരുമ്പോ ഒരു മീൻ പോലും കിട്ടണ്ടേ നമ്മളിവിടെ വന്നിട്ട് ഒരു ഒറ്റ മീൻ പോലും ഇതാണ് അവിടെ കിട്ടിയത് ഇതിന് ആ അത് നിങ്ങൾ പിടിച്ച് തീർത്തോണ്ടല്ല മീൻ പിടിക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് മുട്ടായൊന്നും വേണ്ട. കൊള്ളായിരുന്ന പോളോ എങ്ങനെയുണ്ട്? കൊള്ളാവാ? ഓളോ കൊള്ളാന്ന് ചേട്ടാ ഇതൊന്നും പഠിക്കാൻ തരുമോ നീ കേട്ടാ എടാ അത് എങ്ങനെയെങ്കിലും അവിടെ എത്തട്ടെ. സംഗതി ഉണ്ടല്ലോ ഇവിടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടില്ല ചേട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുരുമന്തിരില്ല ചേട്ടാ ഇവിടെ നമ്മൾ ആദ്യമേ ഒരു അമ്പലം കണ്ടില്ലേ മറ്റേ ശ്രീനാരായണഗുരുവിൻ്റെ അവിടെ ഇന്ന് എന്തോ സംഭവം ഇന്ന് ചതയത്തിന് വരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് പായസം ഉണ്ടായിരുന്നു ചേട്ടൻ പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ഷെയർ കിട്ടിയിട്ടുണ്ട് നല്ല പായസം ഉണ്ടായിരുന്നു ഗോതമ്പ് പായസം അല്ലേ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടാ ഗണ്ണ് പൊങ്കടപ്പണ്ട് മീൻ അടിച്ചിട്ടുണ്ടോ മീൻ അടിച്ചിട്ടുണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് ചെമ്പല്ലി ഓ അടിച്ചവനെ കൊന്നു കളഞ്ഞവനാ ഞാൻ കൊല്ലാനായിട്ട് കുറെ നേരം നടന്നു ഇതേ ഒരു ചെമ്പലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഭയങ്കര സൈസൊന്നും അല്ല ചെറിയ എന്നാലും വറുക്കാനുള്ള സാധനം അല്ല നമ്മൾ കുറെ നാൾ കൂടിയിട്ട് സ്പിയർ ഫിഷിങ് ഇറങ്ങിയതാണ് എന്നിട്ട് മീനൊക്കെ കാണുന്നില്ല ഞാൻ ലാസ്റ്റ് കറങ്ങി ഇവിടെ വന്നപ്പോൾ അതേ ഒരെണ്ണം കിട്ടി ഇതാണ് സാധനം 1-2 മീനും കൂടി നടപ്പുണ്ട് അതിനമ്മ അടിക്കും ചെമ്പല്ലി തന്നെയാണോ നല്ല അടിക്കാൻ? ചെമ്പല്ലിനെ അല്ല ശരിക്കും ഞാൻ അടിക്കാനായിട്ട് നോങ്ങിയത് കരിമീനായിരിക്കും. വലിയൊരു കരിമീനിന്റെ മൂക്കേ വന്ന് നിന്ന് തോക്കപ്പോ ഇവിടെ അല്ലേ ഇരിക്കണം ഇങ്ങനെ എടുത്തോണ്ടപ്പോ അവനും ഓടി പകരം ഒരു ചെമ്പല്ലി വന്ന് എന്താണെങ്കിലും കുഴപ്പമില്ല. എന്താ ജെയിംസേട്ടാ കണ്ടില്ലെന്നു കിട്ടിയാ വല്ലതും കഴിഞ്ഞാ വന്നേളാ എന്നാ ഞങ്ങൾ അവസാനിപ്പിക്കണേ തുടങ്ങി ഞങ്ങൾ സ്പിയർ അടിച്ചോണ്ടിരിക്കണായിരുന്നു ആ അപ്പൊ ഞങ്ങളുണ്ടല്ലേ ഈ മീൻ പിടിക്കാൻ വന്നിട്ട് കിട്ടിയത് ഇല്ല താങ്ങണില്ല ഇത്രയുള്ള ഒരു ചെറിയ ചെമ്പല്ലി കണ്ടായിരുന്നല്ല സംഭവം അതുകൊണ്ടൊന്നുമില്ല കുറെ നാളായിട്ട് ഞങ്ങൾ സ്പിയർ ഫിഷിങ് ഇറങ്ങിയിട്ടില്ല ഇനി പിന്നെ ജെയിംസ് വന്ന് നിർബന്ധിച്ചത് കൊണ്ടിട്ട് വെള്ളം തെളിഞ്ഞ് വന്നത് കൊണ്ടിട്ടല്ലേ നമ്മൾ ഇറങ്ങിയത് എവിടെയെങ്കിലും എനിക്ക് വെള്ളത്തിൽ ചാടിയാൽ മതി അതെ വെള്ളത്തിൽ ചടിയാൽ മതി അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ നിങ്ങളോർക്കും ഒരു പുല്ലനെയും പിന്നെ ചെറിയ മീനെയും പിടിക്കാനാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത്രയും കഷ്ടപ്പെട്ട് ഇറങ്ങിയത് പക്ഷേ ഇതൊരു ഭയങ്കര വികാരമാണ് അതുകൊണ്ടിട്ടൊക്കെയാണ് നമ്മൾ സ്പിയർ ഫിഷിങ് ചെയ്യണത് പിന്നെ നമ്മുടെ സ്ഥലത്തിന് പറഞ്ഞായിരുന്നു പാതിരാമണല് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് മാത്രമേ അറിയാൻ പാടില്ലാണ്ട് പോകാത്തല്ലേ തോന്നുന്നു നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലോഡ് ആൾക്കാരുണ്ടായിരുന്നു കുറെ അധികം പേർക്ക് അറിയാൻ ഐഡിയയും പറഞ്ഞായിരുന്നു ഞങ്ങൾ ഓരോ ഐഡിയാസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ദ്വീപ് കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനെ ബോട്ട് സർവീസ് വേണോ അങ്ങനെ വേണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാ ബോട്ട് സർവീസും അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉറപ്പായിട്ടും പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നതാണ് കൂടെ മിൽട്ടൺ ഉണ്ടായിരുന്നു കൊച്ചകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് അവിടെ ഒരു സെലിബ്രേറ്റ് മതി ഇത് പ്രൊഡക്ടർ അപ്പൊ ഞങ്ങൾ എന്തായാലും ഉണ്ടല്ലോ ഇന്നിപ്പോ ഇങ്ങനെ പോയി എന്നാലും അടിപൊളിയായിരുന്നു അപ്പൊ അടുത്ത ദിവസം നമ്മൾ കടലിലേക്ക് ഇറങ്ങാല്ലേ വെള്ളം തെളിഞ്ഞു വരണ്ടേ ഞങ്ങൾ അടുത്ത ദിവസം കാണാം എന്തായാലും സ്പിയർ ഫിഷിംഗ് വെച്ച് ഞങ്ങൾ തകർക്കും